അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിൽ കപ്പലോടുന്ന ഒരു ബീഫ് പുരട്ടിയതിൻ്റെ അഥവാ കുരുമുളകിട്ട ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസ്: ബീഫ്, സവാള, തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, നല്ല ജീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കിടക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിടാതെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എല്ലുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലപ്പൊടികളും ഈ ബീഫൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കാം. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ച് വെള്ളം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു ബീഫിൻ്റെ മുകളിൽ വേണം ഇങ്ങനെ നിൽക്കാൻ. അതാണ് അതിൻ്റെ ഒരു പാകം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 8 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മളുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളിച്ചട്ടിയാണ്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് സവാള, നല്ല കനം കുറഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എപ്പോഴും നമ്മൾ നാടൻ ഐറ്റംസൊക്കെ ചെയ്യണമെങ്കിൽ വല്ല ഉരുളിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഒക്കെ ചെയ്യുന്നതാവും നല്ല ടേസ്റ്റി. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഞാൻ എപ്പോഴും വല്ലാതെ അധികം തന്നെ ഇടാറുണ്ടെന്ന് തന്നെ പറയാം. എനിക്കത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് എപ്പോഴും തോന്നാറുണ്ട് കറിവേപ്പില ഇങ്ങനെ ഇടുന്നത്. ഞാൻ ഫസ്റ്റിലും ലാസ്റ്റിലും മിഡിലും എല്ലാപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയാണ്. കൂടെ തന്നെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരാൻ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്താ ഇതുപോലെ. ആ ഗ്രേവി കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു ഉള്ളിയും തക്കാളിയും എല്ലാം നമ്മുടെ ബീഫിലേക്ക് പിടിക്കുന്ന വിധത്തിൽ വേണം ഇളക്കി യോജിപ്പിക്കാൻ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ. ഇതിലൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഈ കുരുമുളക് പൊടിയും നല്ല ജീരകപ്പൊടിയുമാണ് ഈ ഒരു ബീഫിൻ്റെ പ്രത്യേകത എന്ന് തന്നെ പറയാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം.
ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ ഒന്നുകൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതാ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും വന്നിട്ടുണ്ട്. ബീഫ് മാത്രമല്ല, നല്ലൊരു സ്മെല്ലും വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതൊരു വേറെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ച പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ നല്ലോണം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവനവൻ്റെ ഒരു പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ ഉപ്പും കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അവസാനമായിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. നല്ല പച്ച വെളിച്ചെണ്ണയല്ലേ, അതൊന്ന് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ അടച്ച് വെക്കണം. എന്നിട്ട് ഇതൊന്ന് തുറന്നിട്ട് അത് ടേസ്റ്റ് ചെയ്യാനുണ്ടല്ലോ, അയവ ഒന്നും പറയണ്ട. ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ല, നിങ്ങളുടെയൊക്കെ വായിൽ കപ്പലോടുന്നുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ വായിൽ കപ്പലോടിക്കാൻ നിൽക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ ബീഫ് പോയി വാങ്ങിയിട്ട് റെഡിയാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാനും മറക്കരുത്. ഞാനിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അയവ ഒന്നും പറയാനില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എല്ലാവരും പോയി ഉണ്ടാക്കിക്കോ. ഇതാണ് നമ്മളുടെ ബീഫ് വരട്ടിയത്, കുരുമുളകിട്ട ബീഫ് വരട്ടിയത്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല കുരുമുളകിട്ട ബീഫും പൊറോട്ടയും ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. മലപ്പുറംകാരുടെ അല്ലെങ്കിൽ മലബാർക്കാരുടെ സ്പെഷ്യൽ തന്നെയാണ് പോത്തിറച്ചിയും പൊറോട്ടയും. അപ്പോൾ ഈ ഡിഷ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനിസ് വേൾഡ്. അസ്സലാമു അലൈക്കും.